ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീരാമനാമം ചൊല്ലുന്ന വീടുകളിൽ എവിടെയായാലും അവിടെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. ശ്രീരാമഭക്തനായ ഹനുമാൻ തൻ്റെ ഭക്തരുടെ ഏതൊരാഗ്രഹവും സാധിച്ചു തരുന്നതാണ്. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഏതൊരു നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞാലും നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ശ്രീരാമനാമം ജപിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ഹനുമാൻ സ്വാമിയെ ഭജിക്കാവൂ. ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ ഏതൊരു നല്ല നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞാലും അത് തീർച്ചയായിട്ടും നമ്മൾക്ക് ഇങ്ങനെ ഭജിക്കുന്നതിലൂടെ നടന്നു കിട്ടും. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും ബുദ്ധിമുട്ടുകളെല്ലാം പെട്ടെന്ന് മാറ്റി ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാനും ഹനുമാൻ ഭജനം കൊണ്ട് നമ്മൾക്ക് സാധിക്കുന്നതാണ്. ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ ഭക്തി, വിനയം, ധൈര്യം എന്നിവയുടെ പ്രതീകമായ ഭഗവാന്റെ പ്രീതി ലഭിക്കാനായി നിത്യവും ഭഗവാനെ നമ്മൾ ഭജിച്ചാൽ മതി. അങ്ങനെ ഭജിക്കുന്ന വീടുകളിൽ സർവ്വ ഐശ്വര്യവും നമ്മുടെ വീട്ടിൽ വന്നു ചേരുന്നതായിരിക്കും. ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ദേവനാണല്ലോ. ഭഗവാനെ വിളിച്ചാൽ വിളിപ്പുറത്താണ്, ക്ഷിപ്രപ്രസാദിയാണ്. അതുപോലെ തന്നെ വായുവും പുത്രനുമാണല്ലോ ഹനുമാൻ സ്വാമി. വായു വേഗത്തിൽ നമ്മൾക്ക് എന്ത് കാര്യമാണെങ്കിലും ഭഗവാൻ നടത്തിത്തരും. അങ്ങനെയാണ് ഭഗവാനെ അത് മനസ്സ് ശുദ്ധമായിട്ട് മാത്രം വിളിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഹനുമാൻ സ്വാമിയെ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദേവനാണ് ഹനുമാൻ സ്വാമി. ഭഗവാനെ ഭക്തിയോടുകൂടിയും അതുപോലെ തന്നെ ഭക്തിയോടുകൂടി അഭയം പ്രാപിക്കുന്ന ആരെയും സ്വാമി കൈവിടത്തില്ല. അത്രയ്ക്ക് ശക്തനും ക്ഷിപ്രപ്രസാദിയുമാണ് ഹനുമാൻ സ്വാമി. നല്ല മനഃശുദ്ധിയോടുകൂടി വേണം മാത്രം ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട്. നല്ല മനസ്സ് ശുദ്ധമായിരിക്കണം, എങ്കിൽ മാത്രമേ ഭഗവാനെ നമ്മൾക്ക് വിളിച്ചാൽ അതിൻ്റെ ഫലം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾക്ക് ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടാനും നമ്മളിലുള്ള സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറാനും അതുപോലെ തന്നെ നമ്മളിലുണ്ടാകുന്ന മനോവിഷമങ്ങളെ, ദുരിതങ്ങളെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പലവിധ ബുദ്ധിമുട്ടുകളും മാറി കിട്ടാൻ വേണ്ടി നമ്മൾ നിത്യവും ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ മതി. ശനിയുടെ ബുദ്ധിമുട്ടുകൾ കൂടുതലായി അനുഭവിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. ശനിദോഷത്താൽ ബുദ്ധിമുട്ടി മനപ്രയാസവുമായിട്ടും കാര്യങ്ങൾ നടക്കാതെ കാര്യതടസ്സമായിട്ടും ഒക്കെ ശനിയുടെ ബുദ്ധിമുട്ടായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്. അവർക്ക് എപ്പോഴും സാമ്പത്തിക തടസ്സമാണെന്ന് പറഞ്ഞാലും മനോവിഷമങ്ങളാണെന്ന് പറഞ്ഞാലും ദുരിതമായിട്ട് ഇങ്ങനെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ നിന്നൊക്കെ കാഠിന്യം കുറയാനായിട്ട് ഹനുമാൻ സ്വാമിയെ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നതോടെ ഇതിലൊക്കെ നമ്മൾക്ക് മാറ്റം ലഭിക്കുന്നതായിട്ട് കാണാം. ബുദ്ധി, ബലം, യശസ്സ്, ധൈര്യം, ഭയമില്ലായ്മ, ആരോഗ്യ പ്രശ്നങ്ങളെ, അജാഡ്യം, വാക്സാമർഥ്യം എന്നീ അഷ്ടഗുണങ്ങളും ഹനുമാൻ സ്വാമിയെ നമുക്ക് സ്മരിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. നല്ല മനോധൈര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ മനസ്സിന് ധൈര്യക്കുറവൊക്കെ വരുമ്പോൾ നമ്മൾ ഹനുമാൻ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എപ്പോൾ നമ്മൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോഴും ആദ്യം നമ്മൾ ചെയ്യേണ്ട ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിച്ചതിന് ശേഷമേ ഹനുമാൻ സ്വാമിയെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാവൂ. അങ്ങനെ ഒരു കാര്യമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടികൾ പഠിച്ചതിന് ശേഷം ഒരുപാട് കുട്ടികൾ പഠിച്ചതിന് ശേഷം ഇങ്ങനെ ജോലിയില്ലാതെ മനോവിഷമങ്ങളുമായിട്ടും ദുരിതമായിട്ടൊക്കെ കഴിയുന്നുണ്ട്. അവർ ചെയ്യുന്ന വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവർക്കൊരു ജോലി കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ ജോലി കിട്ടാതിരിക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി ജോലി കിട്ടാനും വേണ്ടിയൊക്കെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറുണ്ടല്ലോ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് നടന്നു കിട്ടുകയില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരല്ലേ നമ്മൾ മുക്കാൽ പേരും. നമ്മുടെ മക്കൾക്ക് ഒരു നല്ല ജോലി ലഭിക്കാൻ വേണ്ടി നമ്മൾ ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ മതി. ഭഗവാനെ വിളിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ക്ഷിപ്രപ്രസാദിയാണ്, നമ്മൾക്കത് ഫലം കിട്ടുന്നതാണ്. ഭഗവാനെ ഭജിക്കുന്ന ഭക്തരെ ഭഗവാൻ ഒരിക്കലും കൈവെടിയുകയില്ല. എത്രമാത്രം ഭഗവാനെ വിളിക്കുന്നുവോ അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഫലം ലഭിക്കും. അങ്ങനെ തന്നെയാണ് അത്. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ചിട്ടയോടും നല്ല മനഃശുദ്ധിയോടും കൂടി മാത്രം നമ്മൾ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ള മനഃശുദ്ധിയോടും ചിട്ടയോടും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ ചിട്ടയോടും ഭക്തിയോടും കൂടി നിരന്തരം ഭഗവാനെ ഭജിച്ചാൽ നമ്മളുണ്ടാകുന്ന ദുരിതങ്ങളും മനോവിഷമങ്ങളും ഒക്കെ നമുക്ക് അകന്നു പോകുന്നതായിട്ട് തന്നെ നമ്മൾക്ക് അനുഭവത്തിൽ വരാവുന്നതാണ്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഏറ്റവും വേഗം ലഭിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിനെ ശുദ്ധമാക്കി വേണം ഭഗവാനെ പ്രാർത്ഥിക്കാൻ. ഇങ്ങനെയുള്ള ഭക്തരിൽ ഏറ്റവും വേഗം ഭഗവാൻ പ്രസാദിക്കുന്നതാണ്. അത് 100% ഉറപ്പ് തന്നെയാണ്. അതായത് ശുദ്ധ ഹൃദയരായിരിക്കണമെന്ന് പറയുന്നത്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഏറ്റവും വേഗം ലഭിക്കുന്നതിന് ഒരു എളുപ്പ വഴിയുണ്ട്. മനസ്സ് ശുദ്ധമാക്കി നിരന്തരം ശ്രീരാമജയം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെപ്പോഴും ഉണ്ടല്ലോ ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിച്ചതിന് ശേഷമേ ഭഗവാനെ വിളിക്കാവെന്ന് പറയുന്നത്. എത്ര കൂടുതൽ സമയം നമ്മൾ വിളിക്കുന്നുവോ അത്ര പെട്ടെന്ന് തന്നെ നമുക്ക് ഫലസിദ്ധി ലഭിക്കുമെന്നാണ് പറയുന്നത്. തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടം രാമനാമം ജപമാണ്. അതാണ്
ഭഗവാൻ ഏറ്റവും ഇഷ്ടം. നമ്മൾ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഏറ്റവും എളുപ്പം തന്നെ ഫലം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയാണോ ആ കർമ്മത്തിനനുസരിച്ചിരിക്കും നമുക്ക് ഫലസിദ്ധി ലഭിക്കുന്നതും. അതുപോലെ ദുഷ്ടശക്തികളുടെ കരങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ. അതുപോലെ തന്നെ നമ്മൾ ഉറക്കത്തിലൊക്കെ നമ്മൾ ദുസ്വപ്നങ്ങളൊക്കെ കാണാറുണ്ടല്ലോ. ആ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നതൊക്കെ നമ്മൾക്ക് നമ്മളിലുള്ള മോശമായിട്ട സമയങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ ദുസ്വപ്നങ്ങൾ കാണാൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് കാണുന്നതൊക്കെ. ദുസ്വപ്നങ്ങൾ കണ്ട് നമ്മൾക്ക് ചിലപ്പോൾ ഭയപ്പാടൊക്കെ ഉണ്ടാകാറുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾക്ക് മോചനം ലഭിക്കും ഭഗവാനെ പ്രാർത്ഥിച്ച് കിടന്നാൽ. നിരന്തരം നമ്മൾ നമ്മൾ എപ്പോഴും കിടക്കുമ്പോഴാണെന്ന് പറഞ്ഞാലും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചതിന് ശേഷം കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ദുസ്വപ്നങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മുടെ സർവ്വവിധ വിഘ്നങ്ങളും അകറ്റുന്ന ഭഗവാനാണ് ഈ ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഗണപതി ഭഗവാനെ പോലെ തന്നെ നമ്മുടെ എല്ലാ തടസ്സങ്ങളും ഹനുമാൻ സ്വാമി മാറ്റും. അതിനുള്ള കഴിവുള്ള ദേവനാണ് ഹനുമാൻ സ്വാമി. ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടെ നമ്മളിലുണ്ടാകുന്ന അലസത മാറും, മടി മാറും, ഈ നിരാശ മാറും, മനോദുഃഖങ്ങൾ മാറും. ഇതെല്ലാം നമ്മൾക്ക് ഭഗവാനിൽ നിന്ന് നിരന്തരം ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായി നമുക്ക് നമ്മുടെ വീടുകളിലാന്ന് പറഞ്ഞാലും നമ്മളിലാന്ന് പറഞ്ഞാലും ഒരു പോസിറ്റീവ് മാറ്റം ഉണ്ടാകുന്നത് തന്നെ നമ്മൾക്ക് അനുഭവത്തിൽ വരുന്നതായിട്ട് കാണാം. അതുപോലെ ശനിയുടെ പിന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാരുടെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ശനിദോഷം മാറാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഭഗവാനെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഭഗവാന് വെറ്റിലമാല സമർപ്പിക്കുന്നതൊക്കെ ഹനുമാൻ സ്വാമിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശനിയുടെ ദോഷം മാറി കാഠിന്യമൊക്കെ മാറി നമ്മൾക്കൊരു നല്ലൊരു മനസ്സുഖം കിട്ടുന്നത് കാണാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾക്ക് മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളുടെ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു കുട്ടികളുടെ തൊഴിൽ തടസ്സത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഈ വീഡിയോ ഇട്ടത്. തൊഴിൽ തടസ്സമായിട്ട് ഒരുപാട് കുട്ടികൾക്ക് ജോലിയില്ലാതെ നടക്കുന്നുണ്ടല്ലോ. അതിനുവേണ്ടി നമ്മൾക്കും പിന്നെ മാറ്റം ഉണ്ടാകാൻ വേണ്ടി ഹനുമാൻ സ്വാമി നടയിൽ പോയി നമ്മൾ ചെയ്യാവുന്ന വഴിപാടുകൾ ഏറെയുണ്ട്. ആ വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ തൊഴിൽ തടസ്സമൊക്കെ മാറി ആ കുട്ടികൾക്കൊക്കെ ഒരു ജോലി ലഭിക്കുന്നതായിട്ട് കാണാം. കാര്യം നമ്മൾ ചെയ്യേണ്ട വഴിപാടെന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമി നടയിലാണെന്നുണ്ടെങ്കിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ അതുപോലെ നല്ല ഇതുപോലുള്ള വഴിപാടുകളൊക്കെ കഴിച്ചു പോയാൽ നമ്മൾക്ക് മാറ്റം ഉണ്ടാകും. ഏത് തടസ്സങ്ങളും ഭഗവാൻ നിഷ്പ്രയാസം മാറ്റാൻ ശക്തിയുള്ള ദേവനാണ് ഹനുമാൻ സ്വാമി എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ നടയിൽ ചെയ്യാവുന്ന വഴിപാടെന്ന് പറഞ്ഞാൽ ഏതൊക്കെയെന്ന് നമ്മൾക്ക് നോക്കാം. ഒന്നാമതായി നമ്മൾക്ക് ചെയ്യാവുന്ന വഴിപാടെന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പണം, പിന്നെ വടനിവേദ്യം, പിന്നെ അവിൽ നിവേദ്യം, അതുപോലെ തന്നെ നെയ്വിളക്ക് കത്തിക്കുക. ഇതൊക്കെ നമ്മൾക്ക് തൊഴിൽ തടസ്സങ്ങൾ മാറാനായിട്ട് നല്ലതാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നതോടുകൂടി നമ്മുടെ തൊഴിൽ തടസ്സം മാറി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുന്നതാണ്. അതിൽ ചെയ്യാവുന്ന ഇതിലേതെങ്കിലും ഒരു വഴിപാട് നമ്മൾ നടയ്ക്ക് നേരെ നിന്ന് പ്രാർത്ഥിച്ച് ഈ കുട്ടികളിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. നടയ്ക്ക് നേരെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇന്ന വഴിപാട് ചെയ്തേക്കാമേ ഭഗവാനെ, എനിക്ക് ഒരു ജോലി പെട്ടെന്ന് തരമാക്കി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ഈ കുട്ടികൾക്ക് ജോലി ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നിലൊരു അവൽ നിവേദ്യമോ വടനിവേദ്യമോ ഏതേലും ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. അത് ഞാൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇതിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നല്ല പോസിറ്റീവായിട്ട് തന്നെ റിസൾട്ട് അവർക്ക് കിട്ടുന്നുമുണ്ട്. മിക്ക കുട്ടികളും ഇതുപോലെ തന്നെ എൻ്റെ ലൈവിൽ വന്നാണെന്നുണ്ടെങ്കിൽ ജോലിയില്ല, ജോലിക്ക് ബുദ്ധിമുട്ടാണ്, ജോലി കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് എഴുതിയിടുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടേക്കുന്നത്. നിങ്ങളുടെ തൊഴിൽ തടസ്സം 100% മാറിക്കിട്ടും. ഇതുപോലെ നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും ഭഗവാനെ പോയി പ്രാർത്ഥിച്ച് തൊഴുത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് ജോലി തരപ്പെടുക തന്നെ ചെയ്യും. ഇതിലേതേലും ഞാൻ പറഞ്ഞല്ലോ, ഏതേലും വഴിപാട് നടക്കി നേരെ നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, അത് സാധ്യമാകുന്നത് തന്നെയാണ്. എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വീഡിയോ ഒക്കെ കാണണം, ലൈക്ക് ചെയ്യണം. എല്ലാ സപ്പോർട്ടും എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളിൽ നിന്ന് ഞാനിതെല്ലാം പ്രതീക്ഷിക്കുന്നു. ഇനി നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.